കുറച്ച് നാളുകൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു. ഒരു പെൺകുട്ടിയുടെ വീഡിയോ. സുന്ദരിയായ പെൺകുട്ടി ഒരു കോമഡി ഷോയിൽ മറ്റുമെത്തി അവളുടെ ജീവിതകഥ പറയുന്നൊരു വീഡിയോ. എല്ലാവരും അത് വളരെയധികം തന്നെ ആസ്വദിച്ചു കണ്ടു. സാധാരണ ഒരു പ്രണയകഥയോ അല്ലെങ്കിൽ ജീവിതകഥയോ ആണെന്ന് തെറ്റിദ്ധരിച്ചവർക്കൊക്കെ തന്നെയും കുറച്ച് നിമിഷങ്ങൾക്കകം ഞെട്ടിക്കുന്ന വാർത്തകളായിരുന്നു അവരെ തേടിയെത്തിയത്. അവളുടെ അടുത്തുള്ളത് ഏറ്റവും വലിയ ഒരു പ്രണയകഥ തന്നെയാണ്. ഒരു ദുരന്തത്തിനും തോൽപ്പിക്കാനാവാത്ത പ്രണയകഥ. ആ പ്രണയകഥയ്ക്ക് വലിയൊരു ചരിത്രമാണ് ഇന്നലെ കുറിച്ചത്. അവരുടെ വിവാഹ നിശ്ചയമായിരുന്നു ഇന്നലെ. അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും മാത്രം ക്ഷണിച്ചിരുന്നുവെങ്കിലും മാധ്യമശ്രദ്ധ പിടിച്ചുപറ്റി അങ്ങനെ യദുവും ജ്യോതികയും ഇന്നലെ അവരുടെ ഒന്നാവൽ തീരുമാനത്തിൻ്റെ ആദ്യപടി കടന്നിരിക്കുകയാണ്. അവരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ആഘോഷത്തിൽ തന്നെയാണ് ഇപ്പോൾ യദുവും ജ്യോതികയും. പ്രണയം വീട്ടിൽ പറഞ്ഞപ്പോൾ ആദ്യം വീട്ടുകാർ സമ്മതിച്ചില്ല, എതിർത്തു. പിന്നാലെയാണ് യദുവിന് അപകടം സംഭവിച്ചത്. അതിനുശേഷം അവനോടുള്ള ഇഷ്ടം കൂടി. അവനെ കല്യാണം കഴിച്ചാൽ മതിയെന്നായി ഇപ്പോൾ ജ്യോതികയുടെ വീട്ടുകാർക്ക്. അങ്ങനെ അവരുടെ പ്രണയം അംഗീകരിച്ച് അവരുടെ ജീവിതം ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. എന്നെ അവൻ കളഞ്ഞാലേ ഉള്ളൂ സാറേ, എനിക്കവനില്ലാതെ പറ്റത്തില്ല. ഇങ്ങനെയായിരുന്നു ആ ഷോയിൽ വന്ന ജ്യോതികയും പറഞ്ഞത്. നോവിലും വേദനയിലും പ്രയാസത്തിലും യദുവിനോടൊപ്പം ജ്യോതിക ഉണ്ട് എന്നത് തെളിവ് തന്നെയാണ്. ഇവരുടെ റീലുകളെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും കൂടുതൽ വാർത്തകളുണ്ട്. +1 +2 കാലത്ത് തുടങ്ങിയ പ്രണയം യദുവിന് ജീവനായിരുന്നു ജ്യോതിക. ഇഷ്ടം തുറന്നു പറഞ്ഞതിന് പിന്നാലെ ഇരുവരുടെയും ജീവിതം ശരിക്കും പ്രണയാർദ്രമായിരുന്നു. ജ്യോതികയുടെ ഇഷ്ടം വീട്ടിൽ അറിഞ്ഞതിന് പിന്നാലെ വീട്ടുകാർ ബന്ധത്തെ എതിർത്തു. എന്നാൽ ഇതിനെ തുടർന്ന് യദുവിനൊരു ബസ്സിടിച്ച് അപകടമുണ്ടാകുന്നു. നെഞ്ചിന് താഴോട്ട് യദു തളർന്നുപോയി. എന്നാൽ യദുവിനെ കൈവിടാതെ ജ്യോതികയ്ക്ക് കഴിയുമായിരുന്നില്ല. ആ പ്രണയം സത്യമായിരുന്നു. ജ്യോതികയുടെ സ്നേഹം കാണാതിരിക്കാൻ വീട്ടുകാർക്കുമായില്ല. അവർ പച്ചക്കൊടി വീശി. അങ്ങനെ ആ പ്രണയത്തിന് കൂട്ടായി ഇരു വീട്ടുകാരും എത്തി. തൻ്റെ ജീവിതകഥ ജ്യോതിക മഴവിൽ മനോരമയിലൊരു ഷോയിലെത്തിയാണ് പറഞ്ഞത്. പറഞ്ഞപ്പോൾ തന്നെ സ്നേഹവായ്പോടെ ആ വേദി ഒന്നാകെ ഇരുവരെയും ചേർത്തു നിർത്തി. യദുവിനെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നു. അവരുടെ സത്യമായ പ്രണയത്തെയും അപകടത്തിലും കൈവിടാതെ മനസ്സിനെയും ആ വേദിയിൽ ഒന്നാകെ വാഴ്ത്തി. നമ്മൾ വിമർശിക്കുന്ന 2K കിഡ്സിൽ പെടുന്ന ഇവരുടെ ജീവിതം ശരിക്കും മാതൃകയാണെന്ന് ജഡ്ജസ് പറഞ്ഞു. നമ്മുടെ കാലത്ത് പോലും ഇത്രയും വലിയ ആത്മാർത്ഥ പ്രണയമുണ്ടോ എന്ന് ചികഞ്ഞു നോക്കണം. ഇങ്ങനെയായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്ന മഞ്ജുപിള്ളയടക്കമുള്ള ജഡ്ജസ് പറഞ്ഞത്. എല്ലാവരുടെയും കണ്ണു നനയിച്ചാണ് ജ്യോതിക ഇറങ്ങിയത്. അതിനുശേഷം ഇവരെ ഇൻസ്റ്റഗ്രാമിൽ എല്ലാവരും ഫോളോ ചെയ്യാൻ തുടങ്ങി. ഇരുവരുടെയും വീഡിയോകൾക്ക് ലൈക്ക് കൊടുക്കാൻ തുടങ്ങി. ഇരുവരുടെയും വീഡിയോയ്ക്ക് വലിയ രീതിയിൽ തന്നെ റീച്ച് കിട്ടാൻ തുടങ്ങി. അങ്ങനെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളായി മാറി. സുന്ദരി പെണ്ണായ ജ്യോതികയെ സ്വന്തമാക്കാനെത്തുന്ന നല്ല ചുറുചുറുക്കുള്ള പയ്യൻ തന്നെയാണ് യദു എന്ന് എല്ലാവരും വാഴ്ത്തി. അങ്ങനെ അവരുടെ വിവാഹ നിശ്ചയമായിരുന്നു ഇന്നലെ. ചുവന്ന ധാവണി അണിഞ്ഞ് യദുവിൻ്റെ പെണ്ണായി കഴിഞ്ഞ ദിവസം ആടിയും പാടിയും ജ്യോതിക ഓടി നടന്ന അവളുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അത്രമേൽ സന്തോഷത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം ജ്യോതിക. പലരും എന്നെ കുറ്റപ്പെടുത്തുമായിരിക്കും, എനിക്ക് പക്ഷേ അവനില്ലാതെ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് വേദിയിലാകെ തുള്ളിച്ചാടി നിൽക്കുന്ന ജ്യോതികയാണ് ഇന്നലെ എല്ലാവരും കണ്ടത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.